നമസ്കാരം. മഹാശരഭ മന്ത്രത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആരാണ് ശരഭം? ശരഭ അവതാരത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭഗവാൻ ശിവന്റെ ഒരു ഉഗ്രരൂപമാണ് ശരഭേശ്വരൻ. വിഷ്ണുവിന്റെ നരസിംഹ അവതാരത്തെ ശാന്തമാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ രൂപം സ്വീകരിച്ചത്. ഹിരണ്യകശിപുവിനെ വധിച്ച് പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി വന്ന നരസിംഹ അവതാരത്തിന് കോപം ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഈ നരസിംഹ അവതാരത്തെ ശാന്തനാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ശിവൻ ശരഭരൂപത്തിൽ പിറവിയെടുത്തത്. ഉഗ്രരൂപമായ ശരഭ അവതാരത്തിൻ്റെ മന്ത്രം ദിവസവും ജപിക്കുന്നതുകൊണ്ട് നിരവധി ഗുണങ്ങളാണ് ഉള്ളത്. നമ്മളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി മാറുന്നതിനും ശത്രുക്കളുടെ ഉപദ്രവം ഏൽക്കാതിരിക്കുന്നതിനും കൂടോത്രം, പ്രാക്കുദോഷം, ദൃഷ്ടിദോഷം തുടങ്ങിയ കർമ്മങ്ങൾ ഏൽക്കാതിരിക്കുന്നതിനും ഈ മന്ത്രം വളരെയധികം ഫലപ്രദമാണ്. 41 ദിവസം അടുപ്പിച്ച് ഈ മന്ത്രം ജപിക്കണം. അതുപോലെ ഈ മന്ത്രം ജപിക്കുമ്പോൾ വളരെയധികം ശുദ്ധവൃത്തി പാലിക്കേണ്ടതുണ്ട്. പുലവാലായ്മ ഉള്ളപ്പോഴോ മെൻസസ് സമയങ്ങളിലോ ഈ മന്ത്രം ജപിക്കാൻ പാടുള്ളതല്ല. രാവിലെ കുളി കഴിഞ്ഞ ശേഷം വെറും വയറ്റിലാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. ഓരോ ദിവസവും 8 തവണയെങ്കിലും ഈ മന്ത്രം ജപിച്ചിരിക്കണം. 41 ദിവസം അടുപ്പിച്ച് ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ശത്രുദോഷം ഇല്ലാതാകും. ഭൂതപ്രേത പിശാചുക്കളുടെ ഉപദ്രവം, നവഗ്രഹ ദോഷം എന്നിവ മാറുന്നതിനും ഈ മന്ത്രം വളരെയധികം ഫലപ്രദമാണ്. ഇനി മന്ത്രം ഇതാണ്: ഓം നമോ ഭഗവതേ പ്രളയകാലാഗ്നിരുദ്രായ രക്ഷാധരധ്വംസകായ മഹാശരഭായ നമഃ. മമ ശത്രുച്ഛേദം കുരു കുരു സ്വാഹ. 41 ദിവസം അടുപ്പിച്ച് ജപിക്കണം. അതുപോലെ തന്നെ ഒരു ദിവസം 3 തവണയെങ്കിലും ജപിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള ശത്രുക്കളുടെ ഉപദ്രവം നിങ്ങൾക്ക് മാറിക്കിട്ടും. മഹാശരഭ മന്ത്രമായതുകൊണ്ട് തന്നെ ഈ മന്ത്രം ജപിക്കുമ്പോൾ പാലിക്കേണ്ട ശുദ്ധവൃത്തികൾ അതേപടി തന്നെ ചെയ്യുക. ഈ മന്ത്രം കാര്യസാധ്യത്തിനും വളരെയധികം ഫലപ്രദമാണ്. കാര്യസാധ്യമാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ഒരു ദിവസം 18 തവണയെങ്കിലും ഈ മന്ത്രം ജപിച്ചിരിക്കണം. ഓരോ ദിവസവും മന്ത്രം ജപിച്ച ശേഷം നമ്മൾ 12 തവണ ഓം നമഃശിവായ മന്ത്രം കൂടി ജപിക്കണം. പരമശിവന്റെ അവതാരമായതുകൊണ്ട് തന്നെ നമ്മൾ ശിവനെ കൂടി സ്തുതിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഓം നമഃശിവായ എല്ലാ ദിവസവും 12 തവണ ഈ മന്ത്രം ജപിച്ച ശേഷം ജപിക്കുക.